വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നതിന് വനജാതി വിഭാഗത്തിന് 8 വോട്ടും സിന്ധുരവിക്ക് 5 വോട്ടുമാണ് കിട്ടിയിരുന്നത്. അപ്പൊ ഇതില് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്രീമതി വനജാതി വിഭാഗൻ വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട വനജാതി വിഭാഗൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി കോൺഗ്രസിലെ വനജാതി വിഭാഗനെ തെരഞ്ഞെടുത്തു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിലെ മുരിങ്ങൂർ ഡിവിഷനിൽ നിന്നുള്ള മെമ്പറാണ് വനജാതി വിഭാഗൻ. ഇത്തവണത്തെ UDF ഭരണസമിതി ഭരണമേറ്റപ്പോൾ വനജാതി വിഭാഗനെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ അത് നടക്കാത്തതിനാൽ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി വർഷത്തിലെ അവസാന ഘട്ടം വനജാതി വിഭാഗനെ വൈസ് പ്രസിഡന്റാക്കാം എന്ന പാർട്ടി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വനജാതി വിഭാഗൻ വൈസ് പ്രസിഡന്റായി ചുമതലയേൽക്കുന്നത്. നേരത്തെ വൈസ് പ്രസിഡന്റായിരുന്ന ലീന ഡേവിസിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് UDF അംഗങ്ങൾ കത്ത് നൽകിയിരുന്നു. തുടർന്ന് പാർട്ടി ഇടപെട്ട് ലീന ഡേവിസിനോട് രാജിവെക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് ലീന ഡേവിസ് രാജിവെക്കുകയും പുതിയ വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. വനജാതി വിഭാഗൻ്റെ പേര് PK ജേക്കബ് നിർദ്ദേശിച്ചു. CL ആൻഡോ പിന്താങ്ങി. LDF സ്ഥാനാർത്ഥിയായി ചിറങ്ങര ഡിവിഷൻ മെമ്പർ സിന്ധു രവിയുടെ പേര് ബീന രവീന്ദ്രൻ നിർദ്ദേശിച്ചു. MD ബാഹുലയൻ പിന്താങ്ങി. വനജാതി വിഭാഗന് 8 വോട്ടും സിന്ധു രവിക്ക് 5 വോട്ടും ലഭിച്ചു. ഇത് രണ്ടാം തവണയാണ് വനജാതി വിഭാഗൻ ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിന് നല്ലൊരു പേര് നേടിക്കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭാവി പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും